ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടും. ചോതി നക്ഷത്രത്തെക്കുറിച്ചുള്ള ഒരു വിശേഷമാണ് ഇവിടെ പറയുന്നത്. ചോതി നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ളവരുടെ സ്വഭാവ രീതി, ജീവിത രീതി, അതുപോലെ തന്നെ അവരുടെ സമയാസമയങ്ങളിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ കുടുംബജീവിതം എന്നിവയെക്കുറിച്ചുള്ള ഒരു പൊതു ധാരണയാണ് ഇവിടെ പറയുന്നത്. ചോതി നക്ഷത്രത്തിൽ പെട്ടിരിക്കുന്ന മിക്ക വ്യക്തികളും കൊടുക്കൽ വാങ്ങലോളിൽ കൃത്യനിഷ്ഠത വളരെ പാലിക്കുന്നവരാണ്. അതായത് കൊടുക്കൽ വാങ്ങൽ വെച്ച് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുകയോ അത് തിരിച്ച് വാങ്ങിക്കുകയോ, കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വാങ്ങിക്കും. പറഞ്ഞ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷോഭവും മറ്റുള്ളതും വരുന്ന ഒരു സ്വഭാവമാണ്. അതായത് അതുപോലെ തന്നെ വാങ്ങുന്നതും ഒരു സമയത്ത് ഇന്ന സമയത്ത് തരാമെന്ന് വാങ്ങിച്ചു പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അത് ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, എല്ലാവിധ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് അവരുടെ സ്വഭാവ രീതികൾ വരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തി പറയുന്നത് വളരെയധികം തൃപ്തിയാവുന്നവരാണ്. മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തി പറയുന്നതും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷവും അവർക്ക് ആത്മാഭിവൃദ്ധിയും അതുപോലെ അവരോട് ആദരവും മറ്റുള്ളതെല്ലാം തോന്നും. അപ്പോൾ പുകഴ്ത്തി പറയാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ചോതി നക്ഷത്രക്കാർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും ലാഭനഷ്ട കണക്കുകളെ കുറിച്ച് ഉള്ളൊരു ബോധം എപ്പോഴും ഉണ്ടാവും. ലാഭനഷ്ടത്തെക്കുറിച്ചായിരിക്കും ഏതൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിലും അതിൽ ലാഭം എത്ര, നഷ്ടം എത്ര, നമ്മൾക്ക് എത്ര, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു ചിന്താഗതിക്കാരായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും നിർബന്ധ ബുദ്ധി ഇത്തിരി കൂടുതലായി കാണുന്നുണ്ട്. ഓരോ കാര്യത്തിനും പറഞ്ഞാൽ പൊതുവെ ഒരു നിർബന്ധ ബുദ്ധി വെച്ച് പറഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള ഒരു അത് കൂടുതലായിട്ട് ഈ വ്യക്തികളിൽ കണ്ടുവരാറുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതിയും മറ്റുള്ള കാര്യങ്ങളും വളരെ ചിട്ടയായിട്ടുള്ള ഭക്ഷണ രീതി തന്നെയായിരിക്കും. കൃത്യസമയത്തുള്ള ഭക്ഷണം, അത് നല്ലപോലെ ചെറുതാണെങ്കിലും അത് നല്ലപോലെ കഴിക്കുക എന്നുള്ളതാണ്. ഉചിതപരമായിട്ടുള്ളൊരു ഭക്ഷണം വേണമെന്ന് ഒരു എല്ലാ വകയും കൂടിയിട്ടുള്ളൊരു ഭക്ഷണം വേണം എന്ന് ഒരിക്കലും പറയാത്തൊരു വ്യക്തികളാണ്. ഉള്ളത് നല്ലതുപോലെ കഴിക്കുക എന്നുള്ളൊരു ചിന്താഗതിയിൽ പെട്ടവരാണ്. പക്ഷെ ഭക്ഷണ പ്രിയരാണ് എന്ന് തന്നെ പറയാം. ഭക്ഷണത്തിൽ രുചി അറിഞ്ഞ് ഏത് ഭക്ഷണത്തെയായാലും രുചി അറിഞ്ഞ് ഭക്ഷിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പെട്ടിരിക്കുന്നവർ. അതുപോലെ തന്നെ ഒരു കാര്യപ്രാപ്തി എടുക്കുകയാണെങ്കിൽ ആ കാര്യപ്രാപ്തിക്ക് വേണ്ടതായിട്ടുള്ള ഒരു കാര്യബോധത്തോടു കൂടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുള്ളൂ. എടുത്ത കാര്യങ്ങൾ തീർക്കാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അത് എടുത്ത പണി വളരെ തൃപ്തിയായി പണിത് കൊടുക്കും. ഏതൊരു പണിയാണെങ്കിലും അത് തൃപ്തിയായിട്ട് പണിത് കൊടുക്കും എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് പാലിക്കുന്നതിൽ വളരെ കൃത്യനിഷ്ഠത ഉള്ളവരാണ്. കൊടുക്കൽ വാങ്ങലിലും അതുപോലെ തന്നെ ഇരുന്ന്, അതുപോലെ ആശ്രിത മത്സരം, സ്വതന്ത്ര ബോധം, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മ, അങ്ങനെയുള്ള മേഖലകളിൽ നല്ലപോലെ സഹകരിക്കാവുന്ന ഒരു സ്വഭാവക്കാരാണ്. അതുപോലെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർക്ക് കുറച്ചൊരു മടി കാണും. എന്നിരുന്നാലും ആരെങ്കിലും ആജ്ഞ, അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ അത് കുറച്ച് ആലോചിക്കും, വേണോ വേണ്ടിയോ എന്നുള്ളത്. അതായത് ഒരു ആജ്ഞാപിക്കുക എന്ന് വെച്ച് പറഞ്ഞാൽ പറയുക, അത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിൻ്റെ ഉള്ളൊരു കുറ്റബോധം, അതായത് അവരവർ ചെയ്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിക്കാരാണെന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ. ഇപ്പോൾ ഒരു കുടുംബത്തിൽ എന്നെന്ന സാധനങ്ങൾ ആവശ്യമുണ്ട് എന്ന് അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ കുട്ടിയോടോ അവരോട് പറയുകയാണെങ്കിൽ അവരോട് ചിന്ത അത് പറയാതെ തന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ അവർ പറഞ്ഞു കഴിയുമ്പോൾ അതാണ് ആജ്ഞ എന്ന് പറയുന്നത്. ആജ്ഞാപിക്കൽ അത്ര ഒരു രസമുള്ള കാര്യമല്ല. പക്ഷെ എന്നിരുന്നാലും ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ നടത്തി കൊടുക്കും. എന്നിരുന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടാവും. അങ്ങനെ ഒരു ചിന്താഗതിക്കാരും കൂടിയാണ് ഇവർ. അതുകൂടാതെ തന്നെ ഇവരുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിരിക്കും. ഭാര്യ പങ്കാളി വന്നിട്ട് വളരെ സംതൃപ്ത ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു പങ്കാളിയെ തന്നെ ഇവർക്ക് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിയുമായിട്ട് ഒരുമിച്ച് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു മനസാന്നിധ്യം മറ്റുള്ളതെല്ലാം ഉണ്ട്. പിന്നെ അല്ലറ വഴക്കുകൾ, അത് ഏത് കുടുംബത്തിലും ഉള്ളതാണെങ്കിലും അങ്ങനെയുള്ളതുണ്ട്. കൂടുതലും ഇവർക്ക് പെൺസന്താനങ്ങളായിരിക്കും കൂടുതലും വരാണ്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ
മക്കൾ ഉണ്ടാവും എന്ന് പറയാം. ഇന്ന കാലത്തെ രണ്ട് ആണ് അല്ലെങ്കിൽ 2 പെണ്ണ് അല്ലെങ്കിൽ 3 എന്നുള്ളൊരവസ്ഥയിലേക്ക് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ എല്ലാവരിലും അങ്ങനെ വരണമെന്നില്ല. എന്നിരുന്നാലും പെൺകുട്ടികളോടായിരിക്കും കൂടുതലും സ്നേഹവും ആദരവും എല്ലാം കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ പെൺകുട്ടികളായിരിക്കും വാർദ്ധക്യകാലത്ത് അവർക്ക് സഹായിക്കാനുമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതൊരു എതിർപ്പിനെയൊക്കെ വളരെ ധീരതയോടുകൂടി നേരിടുന്ന പറയുന്നത്. ഒരു എതിർപ്പ് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ അതിനെ നേരിടാനുള്ള ശക്തി അല്ലെങ്കിൽ അവരുടെ ബുദ്ധി എന്നൊക്കെ പറയാം, ശക്തിയും ബുദ്ധിയും എല്ലാം കൊണ്ട് നേടുവാനുള്ള ശ്രമമുണ്ടും. ആരെയും ആശ്രയിച്ച് ജീവിക്കാനുള്ള താല്പര്യം തീരെ ഇല്ലാത്തവരാണിവർ. അതായത് ഒരാളെ ആശ്രയിച്ച് വേണം നമ്മളെ ജീവിക്കാൻ എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള, അവനവൻ സമ്പാദിക്കുക, അവരവരുടെ കുടുംബം കഴിയുക, മറ്റുള്ളവർ വളർന്നു പോകുന്നു, നമ്മൾ താഴ്ന്നു പോകുന്നു എന്ന ചിന്താഗതി ഒരിക്കലും അവരെ ഉണ്ടാവില്ല. പക്ഷെ സമ്പാദിക്കണം എന്നുള്ള ഒരു മനോഭാവമുണ്ടെങ്കിലും മറ്റുള്ളവരെ പോലെ നമ്മളും ആകണം എന്നൊരു അഹങ്കാരമൊന്നും ഇവർക്ക് തീരെയില്ല എന്ന് തന്നെ പറയാം. അതേസമയം സ്വന്തം അഭിപ്രായങ്ങൾ അന്യരെ കൊണ്ട് അംഗീകരിക്കാൻ, അതായത് സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിക്കാൻ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണ്, ഇത് നിങ്ങളും ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് അവർ അത് ചെയ്യാൻ പ്രേരിപ്പിക്കും എന്ന് തന്നെ പറയാം. ഓരോ കാര്യങ്ങളും, അതിപ്പോൾ തൊഴിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഉപകരണം ഉണ്ടാക്കിക്കോട്ടെ, അങ്ങനെ ഏത് കാര്യത്തിലും ഉണ്ടാവും. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് ഗുണകരം ഉണ്ടാവും. കുടുംബ ഭദ്രതയ്ക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കും. സദാചാരനിഷ്ഠയും ആത്മാർത്ഥതയും വളരെ വിശ്വസ്തമായിട്ടുള്ള ഒരു സേവനമാണ് ഇവരുള്ളത്. അതായത് വിശ്വസിക്കുന്നവരെ അകാലമായി വിശ്വസിക്കുകയും ചതിക്കുന്നവരെ വളരെ മൃഗീയപരമായി അവരെ ശിക്ഷിക്കാന്ന് വെച്ച് പറഞ്ഞാൽ പെട്ടെന്നൊരു ഷോക്ക് വരിക. പെട്ടെന്നൊരു ഷോക്ക് വന്നു കഴിഞ്ഞാൽ എതിർ പാർട്ടി ആരാണെന്ന് നോക്കില്ല, ചിലപ്പോൾ കൊടുത്തു എന്നിരിക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് അത്. അത്രത്തോളം പ്രകോപിക്കപ്പെടണം. അവനവനെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലൂടെയുള്ള വർത്തമാനങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആൾ തന്നെ നോക്കില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളവരും കൂടിയാണ് ഇവർ. അതുപോലെ തന്നെ സദാചാര നിഷ്ഠയുണ്ടാവും. ദൈവഹിതം എന്താണോ അതുപോലെ നടക്കും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. ദൈവഹിതം എന്താണോ അതുപോലെ നടക്കും എന്നുള്ള ദൈവത്തിന് വിട്ടുകൊണ്ട് കൊടുത്തുള്ള ഒരു ഇതാണ്. അപ്പോൾ ദൈവഹിതം എന്താണോ അതുപോലെ നടക്കാനുള്ള ഒരു പ്രചരണമായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സമയദോഷം അല്ലെങ്കിൽ ദൈവഹിതം അങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതിൽ കുറച്ച് വിശ്വസിച്ചുകൊണ്ട് അങ്ങ് നീങ്ങിപ്പോകും എന്ന് തന്നെ പറയാം. അതുപോലെ മനസമാധാന കുറവ് വരികയാണെങ്കിലും മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള, മനസ്സിനെ അത് പുറത്ത് കാണിക്കാതെ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് താൻ. മനസമാധാനം നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുമ്പോൾ ആ മനസമാധാനത്തിൻ്റെ കുറവ് അവർക്കറിയാത്ത ലെവലിൽ ഉള്ളിൽ ഒതുക്കി വയ്ക്കും എന്ന് വേണം പറയണമെങ്കിൽ. ഭാരിച്ച പണികളൊന്നും അധികം എടുക്കാൻ തയ്യാറാവുകയില്ല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു ജീവിത രീതി ഇവർ പൊതുവെ ആഗ്രഹിക്കില്ല എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഭാരം ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ തുല്യത, എല്ലാവർക്കും തുല്യത വരണം എന്നുള്ളൊരു സ്വഭാവമായിരിക്കും. നിനക്ക് കുറച്ച് എനിക്ക് കുറച്ച് എന്നുള്ള ചിന്തകൾ, തുല്യത ചിന്തിക്കുന്ന ഒരു രീതിയായിരിക്കും ഇവർക്ക് കൂടുതലായി കാണുന്നത്. അതുപോലെ തന്നെ ഇവർ പൊതുവെ സംസാരിക്കുന്ന വിധങ്ങൾ ഒരു പ്രത്യേക ലെവലിലുള്ള ഇതായിരിക്കും. അച്ചടി ഭാഷ എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും നല്ലൊരു വാക്കിൻ്റെ ഉടമസ്ഥന ആയിരിക്കും എന്ന് തന്നെ പറയാം. ഇവർ ജനിച്ചിരിക്കുന്നത് ചോദ്യ നക്ഷത്രം ദേവഗണത്തിൽ പെട്ടതാണ്. നക്ഷത്രത്തിൽ ജനിക്കുന്നത് തന്നെ രാഹുൽ ദശയിലാണ് ഇവർ ജനിക്കുന്നത്. രാഹുൽ ദശ 18 വർഷമാണ്. അതിൽ എത്രത്തോളം കിട്ടിയിട്ടുണ്ടോ അത്രത്തോളം എടുക്കും എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 8 വർഷം രാഹുൽ ദശ കിട്ടുകയാണെങ്കിൽ 8 വയസ്സ് വരെയുള്ള സമയം കുറച്ച് ബുദ്ധിമുട്ടുള്ളതും ദോഷ സമയവും കൂടി ആവുന്നു. 24 വയസ്സ് വരെയുള്ള സമയം വിദ്യാഭ്യാസത്തിനും പഠിപ്പിനും അറിവിനും അതുപോലെ തന്നെ തൊഴിലിനും എല്ലാം ഗുണയുക്തിയായിരിക്കും. അതുപോലെ തന്നെ 24 വയസ്സ് തൊട്ടിട്ട് ഏകദേശം 44 വയസ്സ് വരയ്ക്കും ഗുണകരമായിട്ടുള്ള ഓരോ ജീവിത രീതികളും സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അഭിപ്രായങ്ങളും സാമ്പത്തിക
ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അതിനെല്ലാം മറികടന്ന് സാമ്പത്തിക ഭദ്രതയ്ക്ക് ഉറപ്പുവരുത്തുകയും വരുംകാലത്തേക്കുള്ള എന്തെങ്കിലും ചെയ്തു വെക്കണം എന്നുള്ളൊരു ചിന്താഗതിയും, സന്താനങ്ങളെ നല്ല നിലയിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്താഗതിയും, അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള ആഗ്രഹങ്ങളും ഭവന നിർമ്മാണങ്ങളും എല്ലാം ഈ കാലത്ത് നേടിയെടുക്കാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ വളരെ ഉന്നത ഇത് കണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏകദേശം 29-നും 31-നും ഇടയ്ക്കുള്ള ഒരു സമയത്തായിരിക്കും വിവാഹം കഴിയുന്നത്. വിവാഹത്തോടുകൂടി ജീവിതം മാറിമറിയുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാവാം ചില ആളുകൾക്ക്, എല്ലാവർക്കും ഇല്ല, ചില ആളുകൾക്ക്. പക്ഷെ ആ ജീവിത രീതി ഏകദേശം 5-6 വർഷത്തോടു കൂടി കഴിഞ്ഞാൽ പിന്നെ ജീവിത രീതി വീണ്ടും മാറി വരും. അധ്യാപകൻ, അതുപോലെ തന്നെ ലേഖകന്മാർ, അതുപോലെ ശാസ്ത്ര വിഷയങ്ങളിൽ, ഗവേഷണങ്ങളിൽ, കായികപരമായിട്ടുള്ളതിലെല്ലാം ഇവർ തിളങ്ങി നിൽക്കുന്ന ഒരാളുകളാണ്. 44 വയസ്സിന് ശേഷമുള്ള ജീവിതം ഗുണദോഷ മിശ്രമായിരിക്കും. ഏകദേശം 50-52 വയസ്സ് വരെയും ഗുണദോഷ മിശ്രമായിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള വാത്സല്യങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായി അങ്ങനെ പോകും എന്നുള്ളതാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് പൊതുവെ പറയാൻ പറ്റുന്ന ഒരു സ്ഥിതി. ഇവർക്ക് ധരിക്കാൻ പറ്റുന്ന സ്റ്റോൺ, അതായത് കല്ല് എന്ന് വെച്ച് പറഞ്ഞാൽ രാഹുദശയിലായ കാരണം ഗോമേതകമാണ് ശരിക്കും നക്ഷത്രക്കല്ല്. അതായത് നക്ഷത്ര സ്റ്റോൺ, ബർത്ത് സ്റ്റോൺ എന്ന് വെച്ച് പറഞ്ഞാൽ ഗോമേതകം രത്നമാണ് ധരിക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ ചോദ്യ നക്ഷത്രക്കാർക്ക് കളറിൽ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കളർ വന്നിട്ട് പറഞ്ഞാൽ വെള്ളയോടുകൂടി അനുകമ്പമായിട്ടുള്ളൊരു കളറോ ഉചിതമായി ചേരുന്ന ഒരു കളറായിരിക്കും ഇവർക്ക് ജീവിതരീതിയിൽ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു കളറായിരിക്കും. അതുപോലെ തന്നെ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്തൊക്കെ വെള്ള യൂസ് ചെയ്യാനുള്ള സാധ്യതയെല്ലാം ഉണ്ടാവും. പൊതുവെ വെള്ളയോടുകൂടെ താല്പര്യങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ചോദ്യ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും നാഗദേവതകളെ പ്രാർത്ഥിച്ച് വരികയാണെങ്കിൽ, അതായത് ചോദ്യ നക്ഷത്രം മാസം തോറും വരുന്ന ചോദ്യ നക്ഷത്രത്തിൽ നാഗങ്ങൾക്ക് 100 പാലും നൽകി വരികയാണെങ്കിൽ വളരെ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി വരുന്നതായി കാണാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ ചോദ്യ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ളൊരു വിശേഷം ഇതാണ്.